ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ബോട്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴഞ്ഞു വരുന്ന സമയം കൊണ്ട് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു 7 പത്തൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ വറ്റൽമുളക്. അതോടൊപ്പം തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒതുക്കിയെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുന്നത്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തോരൻ്റെ പരുവത്തിൽ നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം വരും. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചെമ്മീൻ അതും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് വേകുവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല വേവുള്ള ചക്കക്കുരുവാണിത്, അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ വെള്ളം വരും. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. 3/4 വേവോളം ആയിട്ടുണ്ട് ചക്കക്കുരു. ഇനി ഇതിൻ്റെ നടുവശത്ത് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് അരിഞ്ഞു വെച്ച മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു അരമുറി മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ അരമുറി മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങ ആദ്യം തന്നെ ചേർന്നാൽ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് മാങ്ങ അവസാനം ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി നമ്മുടെ തോരൻ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറിനൊപ്പം കൂട്ടാവുന്ന വളരെ രുചികരമായിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ മാങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും എന്നോട് അറിയിക്കണം. Thank you for watching.